ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരും പേടിക്കണം, ഞാൻ എടുത്തിരിക്കുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ സമയം കളയാതെ തുടങ്ങാം. ആക്ച്വലി നമ്മളിപ്പം കീ ഇല്ലാതെ, ഇപ്പം അത് പുഷ് ബട്ടൺ ആയിക്കോട്ടെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന കീ ആയിക്കോട്ടെ, അല്ല സാധാ കീ വരുന്ന കാർ ആയിക്കോട്ടെ, നമ്മൾ വണ്ടിക്കകത്ത് അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു വല്ലാത്തൊരു അപകടാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ അത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമ്മൾ വണ്ടിക്കകത്തുണ്ടെന്ന് എങ്ങനെ വെളിയുള്ളവരെ കാണിക്കാം എന്നൊരു ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ കീ ഇല്ലാതെ പോലും വണ്ടി സ്റ്റാർട്ടാക്കാൻ തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് വണ്ടിയുടെ ഒരു ലൈറ്റാണ്. അകത്ത് വരുന്ന ഫ്രണ്ട് ക്യാബിലെ ലൈറ്റ് ശരി, ബാക്കിലെ ലൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഓണാക്കാൻ കഴിയും. ഇതിന് കീയുടെ ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാക്സിമം ലൈറ്റ് ഇടുമ്പം ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് വെളിയിൽ നിന്ന് തന്നെ. അല്ല, നിങ്ങൾക്ക് എന്നിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹോൺ അടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സംഭവം നമുക്ക് വണ്ടിയുടെ ഇഗ്നിഷനുമായിട്ടോ അല്ലെങ്കിൽ വണ്ടിയുടെ കീ ആയിട്ടോ ഒരു ബന്ധവുമില്ല. നമുക്ക് ഹോൺ അടിക്കാൻ പറ്റും. ബാറ്ററി ഡൗൺ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതൊന്നും വർക്കാവാത്തത്. അല്ലാത്ത പക്ഷം എല്ലാം ഇത് വർക്കാവുന്ന കാര്യമാണ്. ഹോൺ അടിക്കാൻ പറ്റും. അതിനുശേഷം മൂന്നാമതായി ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിലൊരു മെയിൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഹസാർഡ് ലൈറ്റ് ഓൺ ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഈ ഒരു റെഡ് ട്രയാങ്കിൾ, വെട്ടം കുറവായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഈ റെഡ് ട്രയാങ്കിൾ ഓൺ ആക്കാമെങ്കിൽ വണ്ടിയുടെ 4 ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. 4 ഇൻഡിക്കേറ്റർ ഓൺ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം അതിന് വേറൊരു പേര് പറയുന്നത് ഹസാർഡ് ലൈറ്റ് എന്ന് തന്നെ പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളൊരു അപകടത്തിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പൊതുവേ എല്ലാ വണ്ടികളിലും ഇത് സെയിം ആണ്.